ശിവായ. ഹര ഹര ശിവശങ്കര. ജയ ജയ ശിവശങ്കര. ഓം മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചത്തെ പ്രഭാഷണം ഇനി മുതൽ ഉണ്ടാകില്ല എന്ന് കരുതിയിട്ട് ഒത്തിരി പേർ വാട്സാപ്പിൽ കൂടി വളരെ വിഷമത്തോടു കൂടിയൊക്കെ സന്ദേശങ്ങൾ അയക്കുകയുണ്ടായി. ഇനി മുതൽ ഉണ്ടാവുകയില്ല എന്നല്ല ഉദ്ദേശിച്ചത്. ആഴ്ചതോറും ഉണ്ടാകുന്ന പ്രഭാഷണങ്ങൾക്ക് ചിലപ്പോൾ മുടക്കം വന്നേക്കാം. കാരണം ഇവിടെ ഗുരു മാത്രമാണ് പ്രഭാഷണം ചെയ്യുവാനുള്ളത്. മറ്റു വ്യക്തികളെ, അതായത് ഇവിടുത്തെ നിയമമനുസരിച്ചുള്ള പ്രഭാഷണങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള വ്യക്തികളെ തേടുന്നുമുണ്ട്. മഹാദേവ പ്രചാരക സംഘം അതിന്റെ കാര്യങ്ങളായി നടക്കുന്നു. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ എല്ലാ ആഴ്ചയിലുമുള്ള പ്രഭാഷണത്തിന് ചിലപ്പോൾ മുടക്കം വരാം എന്നാണ് പറഞ്ഞത്. എത്രത്തോളം മഹാദേവനെ പോലെ തന്നെ ഞങ്ങളെയൊക്കെയും നിങ്ങൾ സ്നേഹിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ തരുന്ന അറിവുകളും സന്ദേശങ്ങളും നിങ്ങൾക്ക് വേണ്ടി പങ്കുവയ്ക്കുന്നതിൽ ഞങ്ങൾക്കെന്തു മടിയാണുള്ളത്. അതിൽ പരം സന്തോഷം വേറെ ഒന്നും തന്നെയില്ല. അതാർക്കെങ്കിലും ഒരാളുടെ ബുദ്ധിയെയെങ്കിലും തെളിയിക്കുന്നു എന്നുണ്ടെങ്കിൽ ഏതൊരവസ്ഥയിലും അത് ചെയ്യും. എന്നിരുന്നാൽ കൂടി അന്ന് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് നേരത്തെ പ്രാർത്ഥനയും മറ്റ് ആരാധനകളും ഒക്കെയുമുള്ളതിനാലും ചില സമയത്ത് യാത്രകൾ ആവശ്യമായി വരുന്നതിനാലും അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ മനുഷ്യനല്ലേ ചില ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും പരാതിയായി നമുക്ക് ഭഗവാനോട് പറയാൻ കഴിയില്ല. നമുക്ക് മനസ്സും ആത്മാവും സംശുദ്ധമാക്കി വെക്കുക. ബാക്കിയൊക്കെ ഭഗവാൻ നോക്കിക്കൊള്ളും. എന്നിരുന്നാലും ചില സമയങ്ങളിൽ അല്പം വിശ്രമം അല്ലെങ്കിൽ അതൊക്കെ ആവശ്യമായി വരുന്ന സമയങ്ങളിൽ പ്രഭാഷണത്തിന് മുടക്കം വന്നേക്കാം എന്ന് നിങ്ങളോടൊന്ന് പറഞ്ഞതാണ്. കഴിവതും മഹാദേവന്റെ വചനങ്ങളും മഹാദേവൻ തരുന്ന അറിവുകളും നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നതിൽ കവിഞ്ഞ് മറ്റൊന്നും അതിൽ പരം എന്ത് സന്തോഷമാണുള്ളത്. ഗുരു പറയുന്നത് ഇവിടെ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ സന്തോഷമുള്ളപ്പോൾ അത് മഹാദേവനിലുള്ള ഭക്തിയും വിശ്വാസവും ആദരവുമാണെന്ന് നന്നായി അറിയാം. അതുകൊണ്ട് ഒത്തിരി പേർ, വളരെ പേർ അപേക്ഷയോടുകൂടി പറഞ്ഞു, അങ്ങനെ നിർത്തിപ്പോകരുത് എന്നൊക്കെ. അത് എൻ്റെ കുഞ്ഞുമക്കളെ, പ്രിയമക്കളെ, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം പ്രഭാഷണം ഇല്ലാതെ വരുമ്പോൾ അത്തരത്തിലൊരു ബുദ്ധിമുട്ട് ഉണ്ടാകരുത്. എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ ശാരീരികമായ വൈഷമ്യങ്ങളോ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതിന്റെ കാരണത്താൽ ആകാം എന്ന് കരുതുക. സംസാരിക്കുവാനുള്ള ആരോഗ്യം ശരീരത്തിൽ നിലനിൽക്കുന്നിടത്തോളം, അല്ലെങ്കിൽ അത് ഭഗവാൻ തരുന്നിടത്തോളം കാലം നിങ്ങൾക്ക് അറിവുകൾ തന്നുകൊണ്ടേയിരിക്കും. എല്ലാത്തിനും മഹാദേവൻ ഒരു കാലം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് വർഷത്തിൽ എല്ലാ ദിവസവും മഴ കിട്ടില്ല, വർഷത്തിൽ എല്ലാ ദിവസവും മഞ്ഞു കിട്ടില്ല, വർഷത്തിൽ എല്ലാ ദിവസവും കടുത്ത വേനലും കിട്ടില്ല. അപ്പോൾ അതിനൊക്കെ ഒരു കാലം മഹാദേവൻ കരുതിയിട്ടുണ്ട്. മഴ പെയ്യാൻ, മഞ്ഞുണ്ടാകാൻ, അതുപോലെ ചെറിയ കാറ്റ് വീശാൻ, അതുപോലെ തന്നെ നല്ല രീതിയിൽ സൂര്യപ്രകാശം ഉണ്ടാകുവാൻ, ഇങ്ങനെ എല്ലാത്തിനും ഒരു കാലം ഈ പ്രകൃതിയിൽ ഭഗവാൻ ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സകലത്തിലും അത്തരം ക്രമീകരണങ്ങളുണ്ട് തന്നെ.
സ്വാമി വിവേകാനന്ദന് വിദേശ രാജ്യങ്ങളിൽ സന്ദർശിച്ച് നമ്മുടെ ഭാരതത്തിന്റെ സാംസ്കാരികത്തെ പറയുവാനായിട്ടൊരു കാലം കൊടുത്തിരുന്നു. രമണ മഹർഷിക്കും അതേപോലെ തന്നെ ഭഗവത് സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു കാലം ഭഗവാൻ നൽകിയിരുന്നു. അതുപോലെ എല്ലാവർക്കും, ഈ ലോകത്തെല്ലാവർക്കും ഓരോന്ന് ചെയ്യുന്നതിനും ഒരു സമയമുണ്ട്, ഓരോന്ന് ചെയ്യുന്നതിനും ഒരു കാലമുണ്ട്. അതുവരേക്കും അങ്കലാപ്പില്ലാതെ തന്നെ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാകില്ല. അതുവരെയും, ആ കാലം വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ തന്നെ ഞങ്ങൾ ജീവിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, ഭഗവാന്റെ സന്ദേശങ്ങൾ പറഞ്ഞു തരുന്നുമുണ്ട്. പറഞ്ഞു വന്നത്, അത്തരത്തിൽ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലമുണ്ട് ഈ പ്രഭാഷണത്തിന്. ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരു സമയമുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന്. അത് ഗുരുവിന്റെ കൈകളിലല്ല, നമ്മുടെ ആരുടെയും കൈകളിലല്ല. മറ്റെല്ലാ കാര്യത്തിനും ഒരു കാലം നിശ്ചയിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇല്ലേ? അങ്ങനെ ഒരു സമയമില്ലേ? നമ്മൾ നെല്ലിന് വയലിൽ അതിന്റെ വിത്ത് കൊണ്ട് നട്ടാൽ അപ്പോൾ തന്നെ അത് കതിരായി നമുക്ക് നെല്ല് തരുമോ? ഇല്ലല്ലോ. ഒരു മാവിന്റെ തൈ നട്ടാൽ അപ്പോൾ തന്നെ അത് വളർന്ന് മാങ്ങാപ്പഴം തരുമോ? ഇല്ലല്ലോ. എന്തിനും ഒരു കാലമുണ്ട്. നമ്മൾ നെല്ല് നടുന്നതിന്, അത് വളരുന്നതിന്, അത് കൊയ്തെടുക്കുന്നതിന്, ഒരു വൃക്ഷത്തൈ നടുന്നതിന്, അത് വളരുന്നതിന് ഒക്കെയും ഒരു കാലം നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഒരു കാലത്തിൽ കൂടി മാത്രമാണ് അത് സഞ്ചരിക്കുന്നത്. അത് കൊയ്തെടുത്തു കഴിഞ്ഞാൽ വീണ്ടും ആ ഭൂമി തരിശു നിലമാകും, വീണ്ടും ഉഴുതുമറിക്കണം, വീണ്ടും വിത്ത് പാകണം. ഗുരു എന്ന് പറയുന്ന ഈ നിലത്തിൽ നിന്നും നിങ്ങൾക്ക് അറിവിന്റെ ഫലങ്ങൾ തരുന്നുണ്ട്. അത് നിങ്ങൾ ആവോളം ഭക്ഷിക്കുക. അതിന്റെ കാലം കഴിയുമ്പോൾ ഭഗവാൻ തന്നെ അത് ഉഴുതുമറിച്ച് തരിശു നിലമാക്കും. പക്ഷെ അപ്പോഴേക്കും അനവധി പേരുടെ കൈകളിലേക്ക് അറിവുകൾ എത്തിയിട്ടുണ്ടാകും. അവർ വീണ്ടും പല ഭാഗങ്ങളിൽ ഇരുന്ന് വിത്തുകൾ പാകി മറ്റു പലർക്ക് വേണ്ടിയിട്ടും വിളവെടുത്ത് അത് നൽകും. അതുകൊണ്ട് ഗുരു അങ്ങനെ പറഞ്ഞു എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. ഈ അറിവ് അല്ലെങ്കിൽ ഈ ഒരു പ്രഭാഷണം ഇത്തരത്തിൽ നിങ്ങളിലേക്ക് അറിവുകളായി നൽകുന്നതിനു വേണ്ടി ഒരു സമയമുണ്ട്. ആ സമയം വരേക്കും ഉണ്ടാകും. എന്നാൽ ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട്. അതൊന്നും വകവയ്ക്കാറില്ല. കാരണം അനവധി പേർ കാത്തിരിപ്പുണ്ടെന്നറിയാം. ഓരോ ആഴ്ചയിലും പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെങ്കിലും കാത്തിരിക്കുന്നു എന്ന് ഗുരുവിന് നല്ലപോലെ അറിയാം. അതുകൊണ്ട് തന്നെ മറ്റു എന്ത് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും മഹാദേവ പ്രചാരക സംഘത്തിലെ ആരെങ്കിലും ഒരാൾ അവർക്ക് പ്രഭാഷണം അത് പറഞ്ഞ് അയച്ചു കൊടുത്ത് അവർ തന്നെയാണ് അത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്നത്. അപ്പോൾ ഒരാഴ്ച മുടങ്ങിപ്പോകുന്ന സമയത്ത് മറ്റെന്തെങ്കിലും സന്ദേശമായിട്ടൊക്കെ അവർ തന്നെ അത് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ 1-2 പ്രാവശ്യം മുടങ്ങിയെന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാട്സാപ്പിൽ കൂടി സംസാരിക്കാം, അത് പറയാം. തിരിച്ചു മറുപടി ലഭിക്കുന്നുണ്ടല്ലോ എല്ലാവർക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു കാര്യമാണ് പറയാൻ കാര്യം. മാത്രമല്ല, അടുത്ത മാസത്തിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാന ദിനമായ ആഷാഢ പൂർണിമ വരികയാണ്. അതിനെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്, അത് പിന്നീട് സംസാരിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരുക്കങ്ങളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെയുണ്ട്. അതുകൊണ്ട് പ്രഭാഷണങ്ങളില്ല എന്ന് കരുതി ആരും വിഷമിക്കേണ്ട. നിങ്ങളിലേക്ക് ഭഗവാനെ എത്രത്തോളം അടുപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭഗവാനിൽ എത്രത്തോളം എത്താം എന്നതിനെക്കുറിച്ചും, ഒരു കൈ പിടിക്കുവാൻ അദൃശ്യമായ ഒരു കൈ നമ്മോടൊപ്പം ഉണ്ട്, നമ്മൾ പിടിച്ചിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും ആരോരുമില്ല എന്ന് കരുതി നിൽക്കുന്ന സമയങ്ങളിലൊക്കെയും ഭഗവാനെ അലിഞ്ഞ് ചേർന്ന് വിളിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു സഹായമായി മുന്നിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് വിഷമിച്ചു നിൽക്കുന്ന സമയത്ത് ആശ്വാസമായി ഒരു വാക്കായി ആ സാഹചര്യങ്ങൾ മാറ്റിയെടുക്കത്തക്ക രീതിയിൽ ആരെങ്കിലും ഒരാൾ മുന്നോട്ട് വരുന്നതിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രതിബന്ധങ്ങളെയൊക്കെ മാറ്റിമറിച്ച് നിങ്ങൾക്ക് സ്വയം മുന്നേറുന്നതിന് വേണ്ടിയിട്ടും, ജീവിതത്തിൽ നിങ്ങൾ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന ആ വഴികളൊക്കെയും ഉറപ്പുള്ളതാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള നിങ്ങൾക്ക് പ്രചോദനവും നിങ്ങൾക്ക് ഉയർച്ചയും നിങ്ങൾക്ക് ഉത്സാഹവും തരുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ അത് ഗുരു ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്.
ആദ്യകാലം മുതൽ അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളെ ഉയർത്തുന്നതിനു വേണ്ടിയിട്ടുള്ള, നിങ്ങളെ ഉത്സാഹഭരിതരാക്കുന്നതിന് വേണ്ടി, നിങ്ങൾ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു അദൃശ്യമായ കൈ, ഭഗവാന്റെ കൈ, ഭഗവാന്റെ നാമം, അത് നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. നിങ്ങൾ ഇന്ന് ഞാൻ വിളിച്ചു പറഞ്ഞു, ഭഗവാൻ കേട്ടില്ല. നാളെയും മറ്റന്നാളും വിളിച്ചു, ഒരു മാസമായി വിളിച്ചു, കേട്ടില്ല. ആ ഒരു ചിന്ത വേണ്ട. നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. ഓരോന്നും യഥാസമയം ഭഗവാൻ വേണ്ട സമയത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരും. അത് ഉറപ്പാണ്. ഇവിടെ അത്തരത്തിലുള്ള അനുഭവങ്ങളുണ്ട്. ജപ്തിയായി നിൽക്കുന്ന സ്ഥലങ്ങൾ പോലും മറ്റൊരു വ്യക്തിയുടെ സഹായത്താൽ വീണ്ടെടുക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. മറ്റു പല കാര്യങ്ങളും ഗുരു ഇടയ്ക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണല്ലോ. ഇതൊന്നും നിസ്സാരമായ കാര്യമല്ല, അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള പ്രാർത്ഥനയുടെ മാത്രം ശക്തിയുമല്ല. ഇതിനൊക്കെയും മഹാദേവന്റെ നമ്മോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഒരു ലക്ഷണമാണ് അതെല്ലാം കാണുന്നത്. നമ്മൾ എത്രത്തോളം ഭഗവാനിൽ അലിഞ്ഞു ചേരുന്നു, അതിനനുസരിച്ച് ഭഗവാൻ നമ്മെയും ചേർത്ത് പിടിക്കും. അപ്പനായി തന്നെ കാണുക. അപ്പൻ മക്കളെ ഉപേക്ഷിക്കില്ല. ഈ ലോകത്തിന്റെ സകലതും അപ്പനുള്ളതാണ് ആണല്ലോ. ഈ ലോകം സൃഷ്ടിച്ചത് മഹാദേവനെങ്കിൽ, ഈ ലോകം സൃഷ്ടിച്ചത് ശിവശങ്കരനെങ്കിൽ, ഇതിന്റെ എല്ലാം അവകാശവും ഇതിന്റെ എല്ലാം ഉടമസ്ഥനും ഭഗവാനാണ്. അതിപ്പോൾ പല മനുഷ്യരുടെയും കൈകളിൽ ഇരിക്കുന്നുവെങ്കിലും ഇതിന്റെ യഥാർത്ഥ അവകാശി എന്ന് പറയുന്നത് മഹാദേവനെന്നിരിക്കെ ഇവിടെ ജീവിക്കുന്ന നിങ്ങൾക്കും അപ്പന്റെ സമ്പത്തിൽ അവകാശമുണ്ട്, അമ്മയുടെ സമ്പത്തിലും അവകാശമുണ്ട്. അത് നിങ്ങൾക്ക് ലഭിക്കും, അത് നിങ്ങൾക്ക് നൽകും ഭഗവാൻ. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റും. നിങ്ങൾ കരയാനോ കണ്ണുനീർ വാർക്കാനോ നിങ്ങൾ മനോവിഷമം ഉണ്ടാക്കാനോ ഭഗവാൻ അനുവദിക്കില്ല. എന്നാൽ ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ കൂടി ചുമ്മാ വെറുതെ ഇരുന്ന് ആവശ്യമില്ലാതെ വിഷമിക്കുന്ന മനസ്സുകളെ എന്തു പറയാനാണ്? ഓരോന്നോർത്ത് വെറുതെ വിഷമിച്ച് ടെൻഷൻ കാണിച്ചിരിക്കുക. ഭഗവാൻ ഒപ്പമുണ്ട്. എല്ലാം ഭഗവാൻ നേരെയാക്കി കൊണ്ടുവരും. നമ്മുടെ അപ്പനല്ലേ, മക്കളെ കൈവിടില്ല. എല്ലാ ജീവജാലങ്ങൾക്കും ഭക്ഷണം കരുതിയിട്ടുള്ളവനാണ് മഹാദേവനും അമ്മ പാർവതി ദേവിയും. അപ്പോൾ ആ മഹാദേവൻ ഈ ഭൂമിയിലെ ഏറ്റവും നല്ല സൃഷ്ടികളിലൊന്നായ മനുഷ്യരായ നിങ്ങളുടെ ആവലാദികളും വേദനകളും ഒക്കെ കാണാതിരിക്കുമോ? കാണുന്നുണ്ട്. ആ വിശ്വാസമാണ് പ്രധാനമായി വേണ്ടത്. മറ്റു കാര്യങ്ങളൊക്കെ പിന്നീടുള്ളൊരു പ്രഭാഷണത്തിൽ പറയാം. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആഷാഢ പൂർണിമയ്ക്ക് ആ പ്രാർത്ഥന ദിവസത്തിനായി ഒരുങ്ങുക. അതിൻ്റെ കാര്യങ്ങൾ ആ സമയമാകുമ്പോൾ ഒരു പ്രഭാഷണത്തിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട്. എല്ലാവരെയും ഭഗവാൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഓം ഹര ഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ നമഃ. ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തേ ഭഗവാനേ, ഉമാമഹേശ്വര ഭഗവാനേ, അഘോരമൂർത്തേ